ഓ മൈ ഗോഡ്, സൂപ്പർ കോമ്പിനേഷൻ, സൂപ്പർ ടേസ്റ്റ്. ഏതെന്നല്ലേ, പൊരിച്ച മസാലപ്പത്തിരിയും ചിക്കൻ കറിയും. ഈ കോമ്പിനേഷൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ എന്നും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി പൊരിച്ച മസാലപ്പത്തിരിയും ചിക്കൻ കറിയുടേതുമാണ്. ഇന്ന് മസാലപ്പത്തിരിയുടെ റെസിപ്പി മാത്രമാണ് കാണിക്കുന്നത്. ചിക്കൻ കറി ഞാൻ പിന്നീട് ഒരു ദിവസം ഇട്ടുതരാം. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷെ വളരെ രുചികരവുമാണ്. ഈ മസാലപ്പത്തിരിക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 2 കപ്പ് റവക്ക് 1.5 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുതിർത്ത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കണം. ഈ മസാലപ്പത്തിരി ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞങ്ങൾ മെമ്പേഴ്സായിട്ട് 4-5 പേരുള്ളത് കൊണ്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 2 പേരോ അങ്ങനെ ഉള്ളെങ്കിൽ ഇതിന് പകുതി എടുത്താൽ മതിയാവും. അങ്ങനെ റവ കുതിർത്ത് മാറ്റി വെച്ചു. ഇത് പുഴുങ്ങിയെടുത്ത വലിയ 2 പൊട്ടറ്റോ ആണ്. അതൊന്ന് സ്ക്രാപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇനി 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച റവയിലോട്ട് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, അരിഞ്ഞെടുത്ത 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ അരിഞ്ഞെടുത്ത ഇഞ്ചി വേണം. പിന്നെ മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞ് ചേർക്കണം. 1 ടീസ്പൂൺ നിറയെ സോൾട്ട് ഇട്ട് കൊടുത്തു. 1 കൈ നിറയെ അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രോസണാണ്. 1 ടീസ്പൂൺ നിറയെ പെരുംജീരകം കൂടി ഇടണം. അത് ചതക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ ചേർത്തത് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നും കൂടി പറയാം. 2 കപ്പ് റവ, അതിൽ 1.5 കപ്പ് വെള്ളമാണ് മിക്സ് ചെയ്ത് വെച്ചത്. 20 മിനിറ്റിന് ശേഷം അതിലോട്ട് 2 പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 കുഞ്ഞു സവാള, 4 പച്ചമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, ഏതാണ്ട് 2 പിടി തന്നെ കാണും. നമ്മുടെ മല്ലിയില അരിഞ്ഞതാണ്, ഫ്രോസൺ ആയതുകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം 2 കപ്പ് ആട്ടയോ മൈദയോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ ചേർക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മളെ ബാറ്റർ റെഡി. ഈ മസാലപ്പത്തിരിയുടെ ബാറ്റർ റെഡിയാക്കാൻ നമ്മൾ ആദ്യം ചേർത്ത 1.5 കപ്പ് വെള്ളം അല്ലാതെ വേറെ ഒന്നും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഈ മസാലയുടെയും നമ്മുടെ പൊട്ടറ്റോ മറ്റേ സവോള ഇതിനെല്ലാം കിട്ടുന്ന വെള്ളം കൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് ഒന്നുകിൽ കയ്യിൽ പരത്തിയിട്ടാണ് ഫ്രൈ ചെയ്യാനിടുന്നത്, അല്ലെങ്കിൽ ഗ്ലാസ് പേപ്പറിൽ ഓയിൽ തടവിയിട്ട് അതിൽ വെച്ച് പരത്തിയിട്ടും ഇടാം. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സോൾട്ട് കുറവാണെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. പിന്നീട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ചെറു ബോൾസാക്കി എടുത്തിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നത്. അതല്ല, നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഗ്ലാസ് പേപ്പറിലും പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയായിട്ടാണ് പരത്തുന്നത്. എന്നിട്ട് നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, തിരിച്ചും മറിച്ച് വിട്ടിട്ട്. അങ്ങനെ നമ്മുടെ പൊരിച്ച മസാലപ്പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂടെ ചിക്കൻ കറിക്ക് നമുക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ ഒരു 3 മിനിറ്റേ ആവശ്യമുള്ളൂ. ഒരു 2-3 വിസിൽ അത്രയേ ആവശ്യമുള്ളൂ. കുക്കറിലാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കറി, വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇട്ടുതരാം. ഈ പൊരിച്ച മസാലപ്പത്തിരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. പോകുന്ന പോക്കിൽ ആ ബെല്ലും കൂടി ഒന്ന് മുട്ടിയാൽ വലിയ ഉപകാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ചൂടോടുകൂടി ഈ മസാലപ്പത്തിരി കഴിക്കുകയാണെങ്കിൽ കറി പോലും വേണ്ടതില്ല. നല്ല ടേസ്റ്റായിരിക്കും, നല്ല മുരിമുരിയായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട്. എല്ലാ മസാലക്കൂട്ടുകളുടെ രുചിയും എരിവും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കറി ഇല്ലെങ്കിലും ഈ പത്തിരി കഴിക്കാൻ നല്ല രുചിയാണ്. ഒന്നുകൂടി താങ്ക് യു ഫോർ വാച്ചിങ്.